സോ നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ബോട്ട് ലൂണാർ ഓർബ് സ്മാർട്ട് വാച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് ബോട്ട് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതിന് ബോട്ടിന് ലൈക്ക് ചെയ്യാൻ നൽകുന്നു. അതുപോലെ നമുക്ക് എടുക്കാം, ബാക്കി മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബോട്ട് ലൂണാർ ഓർബ് സ്മാർട്ട് വാച്ച് ആണ്. സോ നമുക്ക് ഈ സ്മാർട്ട് വാച്ച് ഇനി എടുക്കാം, എന്നിട്ട് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ബോട്ടിൻ്റെ ഒരു അതായത് ബോട്ട് ലൂണാർ ഓർബ് സ്മാർട്ട് വാച്ചിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് വരുന്നത് ബോട്ടിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ആണ്. പിന്നെ ബോട്ടിൻ്റെ സ്റ്റിക്കേഴ്സ് അതിനുണ്ട്. പിന്നെ ബോട്ടിൻ്റെ വാറണ്ടി കാർഡ്, ബോട്ടിൻ്റെ താങ്ക് യു കാർഡ്, അതുപോലെ പിന്നെയും സ്റ്റിക്കേഴ്സ്, ബോട്ട് ബ്രാൻഡുള്ള ബോട്ടിൻ്റെ ബ്രാൻഡ് സ്റ്റിക്കേഴ്സ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മുടെ ചാർജിങ് കേബിൾ. എനിക്ക് തോന്നിയൊരു കാര്യം, മാഗ്നറ്റിക് ചാർജിങ് കേബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഒരു നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു ചാർജിങ് കേബിളാണ് ബോട്ട് ഈ സ്മാർട്ട് വാച്ചിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതിനും ഒരു പ്ലസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അതിന് ഞാൻ ഒരു പ്ലസ് പോയിന്റ് നൽകുന്നു ബോട്ടിന്. ഓക്കെ, അപ്പം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ബാക്കി ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. സ്റ്റിക്കേഴ്സ് ഉൾപ്പെടെ എല്ലാം മാറ്റി വെക്കാം. കേബിൾ മാറ്റി വെക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ സ്മാർട്ട് വാച്ച് എടുക്കാം. ഇതെനിക്ക് ആദ്യമേ പിടിച്ചപ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്തു. അതായത് നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ലൊരു ഒരു മെറ്റീരിയലാണ് ബോട്ട് ഈ ഒരു വാച്ച് നിർമ്മിക്കാൻ ഉപയോഗിച്ചേക്കുന്നതെന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. അതായത് ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. അതിന് ഞാൻ ബോട്ടിനൊരു ലൈക്ക് നൽകുന്നു. നമുക്ക് ഈ സ്ട്രാപ്പ് പിടിക്കുമ്പോഴല്ലോ ഒരു പ്രീമിയം സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്ന ഒരു ഫീലാണ് ലഭിക്കുന്നത്. നല്ല വിലയേറിയ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനെ ബോട്ടിനെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. കണ്ടോ, നല്ലൊരു ക്വാളിറ്റി, ഒന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള, അതായത് 2000 താഴെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള 1600 രൂപ അടുത്ത് വരുന്ന സ്മാർട്ട് വാച്ചുകൾക്കൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഞാനിവിടെ കണ്ടു. അതായത് മെറ്റൽ ബക്കിൾസ് ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകിയതും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിനും ബോട്ടിന് എൻ്റെ ഒരു ലൈക്ക്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചു മാറ്റാം. ഓഫ്, നൈസ്, ഒരു സൂപ്പർ ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. 1.45 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് ബോട്ട് ഈ ഒരു ബോട്ട് ലൂണാർ ഓർബ് സ്മാർട്ട് വാച്ചിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ആദ്യമേ ഈ ബോട്ടിന്റെ ഈ വാച്ച് ഓണാക്കി നോക്കാം. നന്നായിട്ട് മുറുക്കി പിടിച്ചാലേ അത് ഓണാവുള്ളൂ. അതാണ്. അങ്ങനെ ബോട്ടിന്റെ ബ്രാൻഡിങ്ങോട് കൂടി ഓണായി വന്നു. ഇതാണ് നമ്മൾ കാണുന്ന വാച്ച് ഫേസ് ഓണായി വരുമ്പോഴേ. ഇനി നമുക്ക് ഈ വാച്ച് കയ്യിലൊന്ന് കെട്ടാം. അത് കെട്ടുമ്പോൾ തന്നെയുള്ള ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒന്നാമത് സ്റ്റൈലിഷ്നെസ്, നല്ല ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു വാച്ചാണിത്. അതുപോലെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് പറയേണ്ട കാര്യം. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സിലോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം നമുക്ക് അതിന്റെ ഡിസ്പ്ലേ കാണാം. ഞാൻ പറഞ്ഞല്ലോ 1.45 ഇഞ്ചിന്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ് ബോട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബോട്ട് ഇതിൽ മെയിനായിട്ട് 4 വാച്ച് ഫേസസ് ആണ് ഇൻബിൽറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഒന്നിത്, രണ്ടിത്, മൂന്നിത്, നാലിത്. ഓക്കെ, എനിക്കിഷ്ടം ഇതിരുന്നു. ഓക്കെ, സോ ഇനി ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് സൈലന്റ് മോഡാണ്. ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സൈലന്റ് മോഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് വേക്കപ്പ് ഫീച്ചർ, അതായത് ഗസ്റ്റർ വേക്കപ്പ് ഫീച്ചർ ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്മാർട്ട് വാച്ചിലും തന്നെ, എല്ലാം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ സ്മാർട്ട് വാച്ചിലെല്ലാം, ഇപ്പോൾ ബോട്ട് പോലുള്ള നല്ല ബ്രാൻഡിന്റെ സ്മാർട്ട് വാച്ചിലെല്ലാം കാണുന്ന ഒരു ഫീച്ചറാണ് വേക്കപ്പ് ഫീച്ചർ. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെ വേക്കപ്പ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. നമുക്കത് ഓഫ് ആക്കിടാം. അതുപോലെ പിന്നെ വരുന്നത് ഒരു DND മോഡാണ്, ബെഡ് ടൈം മോഡ്. അതിന് സ്പെഷ്യലായിട്ട് നൽകിയിട്ടുണ്ട് ബോട്ട്. അതുപോലെ പിന്നെ നമ്മൾ കാണുന്നത് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്
വാച്ച് ഫേസ് ആണ്. അത് നമ്മളിപ്പോൾ കണ്ട വാച്ച് ഫേസുകൾ തന്നെയാണ്. 1 2 3 4. ഓക്കെ, നമ്മളത് കണ്ടു. ഇനി രണ്ടാമതായിട്ട് സ്ക്രീൻ സ്ലീപ്പ് ആണ്. അതായത് എത്ര സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഈ ഒരു സ്മാർട്ട് വാച്ച് സ്ലീപ്പിലോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. 14 സെക്കൻഡ്, 15 സെക്കൻഡ്. ഏറ്റവും നല്ലത് ഇപ്പം ഞാനിടുന്നത് 5 സെക്കൻഡ്, കാരണം ബാറ്ററിക്ക് അത്ര നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള, അതായത് 2000 താഴെ പ്രൈസ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് വാച്ചിൽ അധികം കാണാത്തൊരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. പ്രീമിയം ആയിട്ടുള്ള, അതായത് അത്യാവശ്യം നല്ല വിലയുള്ള സ്മാർട്ട് വാച്ചിൽ കാണുന്ന ഒരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അപ്പം ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ചിൽ പോലും ബോട്ട് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ നൽകിയത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് ബോട്ടിന് എൻ്റെ ഒരു ലൈക്ക്. അതുപോലെ നമുക്ക് സെലക്ട് IOD, അതായത് ഇപ്പം നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. അനലോഗ് ഡയൽ, അതിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. അപ്പം എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. കാരണം ഇതാണ് അനലോഗ് ഡയൽ എന്നുള്ളത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിൽ അനലോഗ് രീതിയിൽ ഇങ്ങനെ കാണപ്പെടും. ഓക്കെ, ഇനി അടുത്തെടുക്കാം. പിന്നെ ഉള്ളത് ഡിജിറ്റൽ ഡയൽ. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് ഡിജിറ്റൽ ഡയൽ. അതുപോലെ ഫോളോ വാച്ച് ഫേസ്, വെയിറ്റ്, ഇതാണ് ഫോളോ വാച്ച് ഫേസ്. ഓക്കെ, പിന്നെ റേസ് ടു ഷോ AOD എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഷോ വാച്ച് ഫേസ് എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഓഫ് ആക്കിയിടാനുള്ളൊരു ഓപ്ഷനും നമുക്ക് ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ അടുത്തതായിട്ട് കാണുന്നത് റിംഗ് ടൂൺ ആണ്. റിംഗ് ടൂൺ സൈലന്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിംഗ് ടൂൺസ്, 2 ഇൻബിൽറ്റ് റിംഗ് ടൂൺസ് ആണ് ബോട്ട് ഇതിൽ നൽകിയിട്ടുള്ളത്. 1 2. ഓക്കെ, പിന്നെ വരുന്നത് റിംഗ് ടൂൺ വോളിയം. നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ റിംഗ് ടൂൺ വോളിയം കുറയ്ക്കണമെങ്കിൽ, പരമാവധി കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ ഫുള്ളായിട്ട് കൂട്ടിയിടാം, അങ്ങനെ. പിന്നെ വരുന്നത് വേക്കപ്പ് ഗസ്റ്റർ. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വേക്കപ്പ് ഗസ്റ്റർ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് ഓൾ ഡേ എന്നുള്ളൊരു ഓപ്ഷനിൽ ഇടാം. ഫുൾ ഡേ നമുക്ക് അങ്ങനെ ഇപ്പം ഇങ്ങനെ ഫുൾ ഡേ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫീച്ചർ ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം നമുക്കത് ഓഫ് ആക്കിയിട്ട് ഷെഡ്യൂൾ വെച്ച്, ഇപ്പം സ്റ്റാർട്ട് ടൈം നമുക്ക് 5 മണി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്രയാ, ഒരു 11 മണി വരെ അല്ലെങ്കിൽ ഒരു 10 മണി വരെ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം വരെ ഇത് ഇങ്ങനെ ഈ ഒരു ഫീച്ചർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ടോ കണ്ടോ ഓക്കെ, അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിടാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്ന വൈബ്രേഷൻ ആണ്. ഏത് തരത്തിലായിരിക്കണം ഈ സ്മാർട്ട് വാച്ചിൽ ഒരു വൈബ്രേഷൻ വരേണ്ടതെന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം കോളൊക്കെ റിങ് ചെയ്യുമ്പം സ്ട്രോങ് കൊടുത്താൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടുന്നത്. സോഫ്റ്റ് കൊടുത്താൽ ഇത്രയും ഒരു രീതിയിൽ കണ്ടോ, സ്ട്രോങ് കൊടുത്താൽ അങ്ങനെ. ഇനി നമുക്കത് ഓഫ് ആക്കിയിടാനും ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡാണ്. അത് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നമുക്ക് ഫുൾ ഡേ വേണമെങ്കിൽ ഇടാൻ സാധിക്കും. അതിനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ വെച്ച്, ഇപ്പം നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഇത്ര സമയം കൊണ്ട്, ഇപ്പം 10 മണി തൊട്ട് ഒരു എത്രയാണ് 7 മണി വരെ അല്ലെങ്കിൽ 8 മണി വരെ ഇടാവുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ബെഡ് ടൈം മോഡാണ്. ബെഡ് ടൈം മോഡ്, അപ്പോൾ അതും ഓൾ ഡേ ലോങ് നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് മുമ്പേ ചെയ്ത പോലെ തന്നെ ഇടാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ആപ്പ് വ്യൂ ആണ്. ഈ ആപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പം ലിസ്റ്റ് വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഗ്രിഡ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ, ഇതാണ് ഗ്രിഡ് വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്രിഡ് വ്യൂ. അതേസമയം നമ്മൾ ലിസ്റ്റ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും. ഓക്കെ, അപ്പം അങ്ങനെ. പിന്നെയുള്ളത് ബാറ്ററി സേവർ ആണ്. നമുക്ക് ബാറ്ററി നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ബാറ്ററിയുടെ ആ ഒരു സമയം നമുക്ക് ബാറ്ററി ബാക്കപ്പ് നേടാൻ വേണ്ടി ഒരു ബാറ്ററി സേവർ നൽകിയിട്ടുണ്ട്. അതിനകത്ത് സ്റ്റാൻഡേർഡും അഡ്വാൻസ് മോഡും ഉണ്ട്. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഓട്ടോ ഓൺ, അത് എത്ര ശതമാനം, ഇപ്പോൾ നമുക്ക് ഫോണിലൊക്കെ ലഭിക്കുന്ന പോലെ ഇപ്പോൾ ഒരു 40% ആകുമ്പോൾ ബാറ്ററി സേവർ ഓൺ ആവണം എന്നുള്ളൊരു സംഭവം സെറ്റ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓപ്ഷന് ഓഫ് ആക്കിയിടുന്നതിനുള്ളൊരു സംഭവം കൂടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അത് അടുത്തൊരു ഫീച്ചർ. പിന്നെ വരുന്നത് സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട്, പവർ ഓഫ്, ഫാക്ടറി റീസെറ്റ്, അതിനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഡൗൺലോഡ് ആപ്പാണ്. ഇത് നമ്മുടെ, അതായത് ബോട്ട് ക്രസ്റ്റ് ആപ്പിലോട്ട് കണക്ട് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണിത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യണം. അത് കൂടാതെ പിന്നെ എബൌട്ട് ദ വാച്ച്, നമ്മൾ എബൌട്ട് ഫോൺ കാണുന്ന പോലെ തന്നെ വാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ കാണാതിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് DND മോഡ്. മുമ്പേ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള DND മോഡ് ഇത് നൽകിയിട്ടുണ്ട്. സിംഗിൾ DND മോഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ
നമ്മൾ അതിനകത്ത് കണ്ട നമ്മൾ സെറ്റിംഗ്സിൽ കയറി കണ്ട ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡ് ഷോർട്ട് കട്ട് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇത് ഓഫ് ആക്കി ഇടാനും പറ്റും, നമുക്ക് ഓൺ ആക്കാനും പറ്റും. അതുപോലെ ബാറ്ററി സേവറും നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് ഡയലറും ഇതിപ്പോൾ കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഡയലർ ഫോൺ ബുക്ക് എല്ലാം നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് അതിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ കോൾ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 650 നെറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് നൽകിയിട്ടുണ്ട് ബോട്ട്. അതിനും ബോട്ടിന് ഒരു ലൈക്ക്. ഇതിപ്പോൾ സൂര്യപ്രകാശത്തിലൊക്കെ അത്യാവശ്യം വിസിബിൾ ആയിട്ട് നമുക്ക് ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി കിട്ടും ഈ സ്മാർട്ട് വാച്ചിൽ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് കുറച്ചിടാം ബാറ്ററി സേവ് ചെയ്യുന്നതിന് ഭാഗമായിട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കണക്ട് വിത്ത് ആപ്പ് ഫോർ ലൈവ് സ്കോർ, അത് നമ്മുടെ ബോട്ട് ക്രസ്റ്റ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ലൈവ് സ്കോർ, ക്രിക്കറ്റ് സ്കോർ ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ ഞെക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും. അതിൽ ആദ്യം കാണുന്ന കോള്, അതിനകത്തുള്ള ഡയലർ, ഫോൺ ബുക്ക്, കോൾ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് അഥവാ മോഡ്സ്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്ന വാക്കിംഗ്, ട്രെഡ്മില്ല്, റണ്ണിങ്, ബാഡ്മിന്റൺ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, യോഗ, ഡാൻസിങ്, ഇൻഡോർ സൈക്ലിംഗ്, ക്രിക്കറ്റ്, ബോക്സിംഗ്, കരാട്ടെ, ടേബിൾ ടെന്നീസ്, പിലാറ്റസ്, സ്കിപ്പിംഗ്, ഹിക്കിംഗ്, ഹോക്കി, കബഡി, ബൗളിംഗ്, ഇത്രയും മോഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് എന്താണ് 700-ൽ അധികം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാക്കിംഗ് മോഡ്സും നമുക്ക് ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ബോട്ട് ക്രസ്റ്റ് ആപ്പ് വഴി നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇൻബിൽട്ട് ആയിട്ട് ബോട്ട് ഈ വാച്ച് നൽകിയിട്ടുള്ള മോഡ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റി റെക്കോർഡ്സ് നമ്മളിപ്പം ചെയ്ത് നോക്കിയില്ലല്ലോ. അതുപോലെ പിന്നെ വരുന്ന ഹെഡ് റേറ്റ് മോണിറ്റർ, ഹെഡ് റേറ്റ് നമ്മുടെ ഹൃദയമിടിപ്പ് അളക്കുന്നതിനുള്ള, അത് അളന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ട്. പിന്നെ SpO2 നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ലെവലിൻ്റെ, അപ്പോൾ അത് എത്രയുണ്ടെന്നുള്ളതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് താഴെയായിട്ട് തന്നെ ബോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനും ബോട്ടിന് ലൈക്ക്. പിന്നെ സ്ലീപ്പിനാണെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. എത്ര മണിക്കൂർ ഉറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര ഡീപ്പായിട്ട് ഉറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്ന ബ്രെത്ത് എക്സസൈസ് ആണ്. ബ്രെത്ത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ബ്രെത്ത് എക്സസൈസ് ആണ്, അതിനുള്ള ഒരു ഇതും ഓപ്ഷനും ബോട്ട് നൽകിയിട്ടുണ്ട്. അത് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള സംഭവം. അതുപോലെ സ്ലോയെ, ഫാസ്റ്റ്, മോഡറേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള നൽകിയിട്ടുണ്ട് ബോട്ട് നമുക്ക്. പിന്നെ നമുക്ക് വരുന്നത് ക്യാമറ കൺട്രോൾ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഈ ബോട്ടിൻ്റെ വാച്ച് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന വഴി. പിന്നെ മ്യൂസിക് കൺട്രോൾ, നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് നമുക്ക് ഈ വാച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന വഴി. അതറിയാലോ. പിന്നെ വരുന്നത് വോയിസ് അസിസ്റ്റന്റ്. ഇതെല്ലാം നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് ഈ സ്മാർട്ട് വാച്ചിൽ ലഭിക്കുന്ന ഫീച്ചേഴ്സാണ്. പിന്നെ വെതർ അപ്ഡേറ്റ്സ്, ഇതും നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിലെ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ സ്മാർട്ട് വാച്ചിലൂടെ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് വെതർ അപ്ഡേറ്റ് എന്നുള്ളത്. അതും നമുക്ക് ഇതിനകത്ത് ബോട്ട് നൽകിയിട്ടുണ്ട്. അതിനും ബോട്ടിന് ഒരു ലൈക്ക് ഞാൻ നൽകുന്നു. അതുപോലെ അലാം സെറ്റ് ചെയ്യുന്നതിനുള്ള ഫീച്ചർ നമ്മുടെ ഫോണിലൊക്കെ സെറ്റ് ചെയ്യുന്ന 8:31 അങ്ങനെ ഇപ്പോൾ സൺഡേ അലാറം വെക്കുന്നു, അങ്ങനെ അലാറത്തിനുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അലാറം സെറ്റ് ചെയ്യുന്നുള്ള ഫീച്ചറും ബോർഡ് നൽകിയിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ്, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് അതുപോലെ അല്ലാതെ നമുക്ക് വരുന്ന മെസ്സേജസ് എല്ലാം നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ സ്മാർട്ട് വാച്ചിൽ ലഭിക്കും. അതുപോലെ റിമൈൻഡേഴ്സ്, സെഡൻഡറി റിമൈൻഡേഴ്സ്, അതുപോലെയുള്ള റിമൈൻഡേഴ്സ് നമുക്ക് ഈ ബോട്ട് സ്മാർട്ട് വാച്ചിൽ നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് വാച്ച്, അത് സാധാരണ നമ്മുടെ വാച്ചുകളിലും സ്മാർട്ട് വാച്ചുകളിലും ഫോണിലൊക്കെ കാണുന്ന സ്റ്റോപ്പ് വാച്ച് ഫീച്ചറും ബോട്ട് ഈ സ്മാർട്ട് വാച്ചിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ടൈമർ, കൗണ്ട് ഡൗണിനുള്ള സെറ്റിങ്ങും ബോട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിലും മറ്റെല്ലാ സ്മാർട്ട് വാച്ചിലെയും പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലാഷ് ലൈറ്റ്, ഇപ്പം നമ്മുടെ കയ്യിൽ ഫോണൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്മാർട്ട് വാച്ച് കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ചിൽ നൽകിയതിന് ബോട്ടിന് ഒരു ലൈക്ക് ഞാൻ നൽകുന്നു. അതുപോലെ ഫൈൻ മൈ ഫോൺ, അതെല്ലാം നമ്മുടെ ഈ ബ്ലൂടൂത്തുമായിട്ട് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്തുമായിട്ട് നമ്മൾ ഈ വാച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സാണ്. ഫൈൻ മൈ ഫോൺ ഒരു നല്ല ഫീച്ചറായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതുപോലെ സെറ്റിംഗ്സ്, ഇപ്പോൾ സെറ്റിംഗ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ, അത്രയും കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. പിന്നെ നമ്മുടെ ഈ രണ്ടാമത്തെ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ കണ്ട ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നു നേരിട്ട്. അതുപോലെ ഈ മെയിൻ മെനു, അതായത് മേളത്തെ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള മെനൂസ് എല്ലാം അല്ലെങ്കിൽ കൺട്രോൾസ് എല്ലാം അല്ലെങ്കിൽ എന്താണോ ആപ്പുകളെല്ലാം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ട് ക്രസ്റ്റ് ആപ്പ്. സെറ്റ് ചെയ്യാം, ഇതല്ലേ ബോട്ട് ലൂണാർ ഓർബ്. അങ്ങനെ നമുക്കത് പെയർ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നതുണ്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെയറായി, ഇൻസ്റ്റന്റ് പെയർ പോലെയാണ്, പെട്ടെന്ന് പെയർ ആവുന്നു. ഓക്കെ, കണക്റ്റഡ്, പെയറായി, കണ്ടോ, പെയറിംഗ് സക്സസ്ഫുൾ, പെയർ ആൻഡ് കണക്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഹലോ പെയർ. ഓക്കെ, ഇനി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, കണ്ടിന്യൂ ടു ഹോം പേജ്. ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ട് ക്രസ്റ്റ് ആപ്പിന്റെ ഒരു ഇന്റർഫേസ്. ബ്ലൂടൂത്ത് കണക്റ്റഡ്, BT കോളിംഗ് കണക്റ്റഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ലൂണാർ ഓർബ് കൊടുത്തിട്ടുണ്ട്. 91% നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ ഇപ്പോൾ ഉള്ള ചാർജ് എത്ര എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ വാച്ച് ഫേസ് സ്റ്റുഡിയോ ഉണ്ടോ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വാച്ച് ഫേസ് ഈ നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാച്ച് ഫേസിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരുന്നത്. അതിനുള്ള സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡിസ്റ്റൻസ്, കലോറീസ്, ഹാർട്ട് റേറ്റ്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഇത് കണ്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള വാച്ച് ഫേസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ബോട്ട് നൽകിയിട്ടുണ്ട്. കോൾ നോട്ടിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, കോൾ നോട്ടിഫിക്കേഷൻസ് വരുന്ന കാര്യം. അതുപോലെ ബോട്ട് ക്രസ്റ്റ് ആപ്പ് പെർമിഷൻ എല്ലാം കൊടുത്തിരുന്നതാണ്. അതായിട്ട് നമ്മൾ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ SMS നോട്ടിഫിക്കേഷൻസ്, ആപ്പ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ബോട്ട് ക്രസ്റ്റ് ആപ്പിൽ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ വരുന്ന ബോട്ട് കോയിൻസ്, അത് നമ്മുടെ ഈ ട്രാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് എക്സസൈസിന്റെ കാര്യങ്ങളൊക്കെ ഗോളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കാര്യമാണ്. 700-ലധികം ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്. അതാണ് ഇപ്പോൾ ബോട്ട് പറഞ്ഞ കാര്യം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് 700-ലധികം ആക്ടിവിറ്റീസ് ഈ ബോട്ട് ക്രസ്റ്റ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ സ്മാർട്ട് വാച്ചിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വെൽനസ് പ്രൂഫ് സെറ്റപ്പ്, സ്പോർട്സ് കോഴ്സ്, ബിൽഡ് എ ഫിറ്റ്നസ് പ്ലാൻ, അതുപോലെ ബോക്സ്, എക്സ്കൾട്ട്, ഫിറ്റ് അങ്ങനെയുള്ള ചലഞ്ചസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ബോട്ട് ക്രസ്റ്റ് ആപ്പിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മൈ വാച്ച് എന്നുള്ള ഓപ്ഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ നമ്മുടെ ഇപ്പം വാച്ചുള്ള കൃത്യം % ഓഫ് ചാർജും പിന്നെ ഇപ്പോഴത്തെ ടൈം നമ്മൾ വാച്ചിൽ സെറ്റ് ചെയ്യുന്ന ടൈമും ബ്ലൂടൂത്ത് കോളിംഗ് അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഫൈൻ മൈ വാച്ച് ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ബോട്ട് നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേറ്റ് കാര്യമാണ്. പിന്നെ വാച്ച് ഫീച്ചേഴ്സ്, അലാറംസ്, സെഡൻറ്ററി റിമൈൻഡേഴ്സ്, കസ്റ്റം റിമൈൻഡർ. സെഡൻറ്ററി റിമൈൻഡർ അത് ബോട്ട് നമുക്ക് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓഫ് ആക്കി ഇടാനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് അലാംസ്, ഓട്ടോ മോണിറ്ററിംഗ്, ഹെയർ റേറ്റ് അതെല്ലാം നമ്മൾ കണ്ടായിരുന്നല്ലോ. പിന്നെ കസ്റ്റം റിമൈൻഡർ, മെഡിസിൻ, ഡ്രിങ്കിങ് വാട്ടർ, അതായത് മരുന്ന് കൃത്യസമയത്ത് എപ്പോൾ കഴിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം എത്ര മണിക്കൂർ കൂടും കുടിക്കണം, അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ മീറ്റിംഗ്സ്, നമുക്ക് ഏതെങ്കിലും മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ റിമൈൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം. അതുപോലെ ഹാൻഡ് വാഷ്, കൃത്യസമയത്ത് എത്ര മണിക്കൂർ കൂടുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യണം, അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള നൽകിയിട്ടുണ്ട്. പിന്നെ അതെന്ന് പറയുമ്പോൾ മറ്റുള്ള റിമൈൻഡേഴ്സും കാര്യങ്ങളും. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ്, പിന്നേബിൾ കോൾ നോട്ടിഫിക്കേഷൻ വാച്ച് കണക്റ്റഡ്. ഇപ്പം നമുക്കൊരു കോൾ വിളിച്ച് നോക്കാം. ഹലോ, കേൾക്കാവോ? കേട്ടോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫോണിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ഒച്ചയൊക്കെ കുറച്ചിടാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഓവറോൾ പറയുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു മികച്ച സ്മാർട്ട് വാച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നല്ല സ്മാർട്ട് വാച്ച് തന്നെയാണ് ഈ ബോട്ടിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് പോരായ്മകളായിട്ട് തോന്നുന്ന രണ്ട് കാര്യമാണ്. ഒരു ഇൻബിൽറ്റ് ഗെയിമും ഒരു കാൽക്കുലേറ്ററും ഇത് നൽകാമെന്ന് എനിക്ക് തോന്നി.